ഇന്നത്തെ പരിപാടി എന്നാന്നറിയോ? രാവിലെ ഉണ്ടാക്കിയ നൂൽപുട്ട് അതേപടി ഇരിക്കുക. ഇന്നെല്ലാവരും തിരക്ക് പിടിച്ചു പോയിട്ട് ആരും ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു കളയാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് ഇത് വെച്ചിട്ട് രാവിലെ തിന്നില്ലെങ്കിൽ വൈകുന്നേരം നമ്മൾ തീറ്റിക്കും. അപ്പം അങ്ങനെ ഒന്ന് ഉണ്ടാക്കാവേ. കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട് കുറച്ച് ചിക്കനും കൂടെ ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിള്ളേരൊക്കെ കഴിച്ചോളും. വലിയവരെയും കഴിപ്പിക്കണം. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പിഴിഞ്ഞുണ്ടാക്കുമ്പോഴത്തേനും അവർ കഴിച്ചില്ലെങ്കിൽ പ്രശ്നമല്ലേ. അപ്പം രാവിലെ ഉണ്ടാക്കിയ നൂൽപുട്ട് ബാലൻസ് വന്നാൽ ഒരു സൂത്രപ്പണി ഒപ്പിക്കാം. വായോ, എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം അതാ ഒരു പാൻ എടുത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് എന്നാണെന്നറിയോ? ഒരു ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു സവോള, പിന്നെ കുറച്ച് ക്യാബേജ്, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഗ്രീൻ പീസ്, കുറച്ച് ചിക്കൻ, ഉപ്പും മഞ്ഞളും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചിട്ട് ഇങ്ങനെ പിച്ചിപ്പറിച്ചൊക്കെ വെച്ചേക്കുക കേട്ടോ. പിന്നെ വേണ്ടത് നമ്മുടെ നൂൽപുട്ട് തന്നെയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒക്കെ നമുക്ക് ചേർക്കണം, കുരുമുളക് പൊടിയൊക്കെ. നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്, കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം. വേവുള്ളത് ആദ്യം ഇടാവേ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കോട്ടെ. നൂൽപുട്ടൊക്കെ ഇങ്ങനെ നമ്മളിതാ ചെറുതാക്കി ഇങ്ങനെ ഒന്ന് മുറിച്ചിടണേ, കൈ കൊണ്ട് കേട്ടോ. ഒന്നാക്കി വെക്കണം. നൂൽപുട്ടൊക്കെ അതെ നമ്മൾ പിച്ചിപ്പറിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റൊക്കെ വാടിയിട്ടുണ്ടേ, ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയാണ്, അതൊന്ന് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വാടിക്കോട്ടെ. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കണം. സവോളയും ചെറുതായിട്ടൊന്ന് വാടി. അപ്പം അതിലേക്ക് നമുക്കിതാ കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഒരു പച്ചമുളകാണ്, അതൊന്ന് ഇട്ട് കൊടുക്കുക. ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ്, ഇങ്ങനെ പച്ചക്കറികളൊക്കെ ഓരോന്നോരോന്നായിട്ട് വാടി നല്ല പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കനില്ലേ, അതൊന്നിട്ട് കൊടുക്കണം. വെജിറ്റബിൾസ് തന്നെ ഒരുപാടായി അല്ലേ. കുറച്ച് നൂൽപുട്ടുണ്ടെങ്കിലും ഉള്ളെങ്കിലും നമുക്ക് എത്ര പേർക്ക് വേണേലും കഴിക്കാം. ഇനി ഇത് മൂടി വെച്ച് ഒന്ന് വാടണം. അതിൻ്റെ ഒപ്പം തന്നെ ദാ നമ്മുടെ ഗ്രീൻ പീസ് ഇല്ലേ, ആ ഗ്രീൻ പീസും കൂടെ ഒന്ന് ഇട്ടേക്കാവേ. അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ച് എല്ലാം ഒന്ന് വാടട്ടെ. അതിന് ശേഷം വേണം നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് മൂടി വയ്ക്കാവേ. ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കാവേ. ഇനി ഇത് ഇച്ചിരി ഇങ്ങോട്ടൊന്ന് മാറ്റിയിട്ട് നമുക്ക് പൊടികളൊക്കെ ഇച്ചിരി ചേർത്ത് കൊടുക്കണേ. കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി മതി കേട്ടോ. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഒരു പിഞ്ച് ജീരകപ്പൊടി, 1/2 സ്പൂൺ ചേർത്തിട്ടുണ്ട് ജീരകപ്പൊടി. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം ലാസ്റ്റ് നമുക്ക് നൂൽപുട്ട് എല്ലാം ചെറുതാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന നൂൽപുട്ട് ഇട്ട് കൊടുത്ത് ഇളക്കിയെടുത്താൽ നമ്മുടെ പിള്ളേരെ പറ്റിക്കാനുള്ള സംഭവം റെഡിയാവും. ലാസ്റ്റ് നമ്മുടെ നൂൽപുട്ടെല്ലാം കൂടെ പിച്ചിപ്പറിച്ചത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഇളക്കി കൊടുക്കാവേ. ഇച്ചിരി കൂടെ വലിയൊരു പാത്രം വേണമായിരുന്നു. നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി 1 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കണേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിനകത്ത് ഈ സമയത്ത് ഇച്ചിരി മല്ലിച്ചപ്പും കൂടെ വേണമായിരുന്നു കേട്ടോ. എൻ്റെ മല്ലിച്ചപ്പില്ല, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ടോണം കേട്ടോ. പറ, നിങ്ങൾ രാവിലെ ഉണ്ടാക്കിയ നൂൽപുട്ടാണോ ഇതെന്ന്? പിള്ളേരൊക്കെ എങ്ങനെ കഴിക്കുമെന്നറിയോ? ഞാനിവിടെ എപ്പോഴും പരീക്ഷിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇത് കണ്ടോ? ഇത് കണ്ടാൽ പിള്ളേർക്ക് ആർക്കെങ്കിലും മനസ്സിലാവുമോ രാവിലെ ഉണ്ടാക്കിയ നൂൽപുട്ടാന്ന്? അപ്പം എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് പിള്ളേർക്ക് കൊടുക്കണം കേട്ടോ, വലിയവർക്കും.
അപ്പം രാവിലെ കഴിക്കാതെ പോകുന്നവർക്കൊക്കെ വൈകുന്നേരം ഇങ്ങനെ ഒരു ഡിഷാക്കി അങ്ങോട്ട് കൊടുക്കുക, എല്ലാവരും കഴിച്ചോളും. അപ്പം എന്തായാലും നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ നശിപ്പിക്കാതിരിക്കാനല്ലേ. അപ്പോൾ ഇതുപോലെ പുട്ടും ഉണ്ടാക്കാം, ഇഡ്ഡലി ഉണ്ടാക്കാം, വേറെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ രാവിലെ ബാലൻസ് വരുന്ന പലഹാരങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ രീതിയിലാക്കി അവർക്ക് തന്നെ കഴിപ്പിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.